വിശകലത്തിലെയും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കുന്ന ഭാഗം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷത്തിലെ ഈശോയ്ക്കുണ്ടായ പ്രലോഭനങ്ങളെ കുറിച്ചാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ പലർക്കും നന്മയിൽ ജീവിക്കാൻ പറ്റാത്തതിന്റെ ഏറ്റവും വലിയ കാരണം പലപ്പോഴും പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു കാരണമാണ്. പലപ്പോഴും നമ്മൾ നന്മയിൽ ജീവിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്, നമുക്കിപ്പോ പാപങ്ങൾ ചെയ്യാതെ ജീവിക്കാൻ, തിന്മയിൽ വീഴാതെ ജീവിക്കാൻ ആഗ്രഹം. പക്ഷേ ഈ പ്രലോഭനങ്ങൾ വരുന്ന സമയത്ത് അതിനെ അതിജീവിച്ചു പോകാനായിട്ട്, പ്രലോഭനം ഉണ്ടാകുമ്പോൾ അത് നോ പറഞ്ഞ് നന്മയിൽ ജീവിക്കാനായിട്ട് പലപ്പോഴും നമുക്ക് പറ്റാറില്ല. അതിന് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളേറെ പ്രചോദനം നൽകുന്ന ഒരു ഭാഗമാണ്. നമ്മുടെ ഈശോ തനിക്കുണ്ടായ എല്ലാ പ്രലോഭനം അതിജീവിച്ച് വിജയിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈശോയുടെ ആദ്യത്തെ പ്രലോഭനം വിശപ്പിന്റെ പ്രലോഭനമാണ്. 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷമാണ് ഈശോയ്ക്ക് ഈ വിശപ്പിന്റെ പ്രലോഭനം ഉണ്ടാവുക. അപ്പൊ അത്രയും നാള് ഭക്ഷണം കഴിക്കാത്തൊരു വിശപ്പ് ഓൾറെഡി ഈശോയ്ക്ക് ഉണ്ട്. അത് സാത്താൻ അറിയാം ഈശോയ്ക്ക് ആ ഒരു വിശപ്പുണ്ട് എന്നുള്ള കാര്യം. ആ ഒരു ഈശോയുടെ വിശപ്പിനെയാണ് അവിടെ സാത്താൻ പരീക്ഷിക്കാനായിട്ട്, പ്രലോഭിപ്പിക്കാനും നോക്കുന്നത്. പക്ഷേ അത്ര വിശപ്പിൽ ഇരുന്നിട്ട് പോലും, കല്ലുകൾ അപ്പമാക്കി ഭക്ഷിക്കാൻ പറഞ്ഞിട്ട് പോലും ഈ അത്ഭുതം ചെയ്യാമായിരുന്നിട്ടും ഈശോ ചെയ്യാതിരുന്നാണ് ഈശോയുടെ ഏറ്റവും വലിയ നമ്മളുടെ അത്ഭുതം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സാത്താൻ നമ്മളെ പ്രലോഭിപ്പിക്കുന്നത് നമ്മുടെ വീക്ക് പോയിന്റ്സ് നോക്കിയിട്ടാണ്. എവിടെ പ്രലോഭിപ്പിച്ചാലാണ് നമ്മൾ വീഴുക, എവിടെ നിന്നെ പ്രലോഭിപ്പിച്ചാലാണ്, എവിടെ നിന്നെ പരീക്ഷിച്ചാലാണ് നിന്റെ പിശാചിന്റെ അടുക്കലേക്ക് നിന്നെ കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കാൻ പറ്റുക എന്ന് സാത്താൻ അറിയാം. അതുകൊണ്ട് നമ്മൾ ഒരുങ്ങി ജാഗ്രതയോടെ ഇരുന്നാൽ മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ഈ പ്രലോഭനം അതിജീവിച്ച് പോകാനായിട്ട് സാധിക്കുക. പ്രലോഭനങ്ങളെ അതിജീവിച്ച് നമുക്ക് പോകാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും നമുക്ക് നന്മയിൽ മാത്രം ജീവിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഈ മദ്യപാനികള് അല്ലെങ്കിൽ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുന്നവര് പലപ്പോഴും അവർക്ക് ആഗ്രഹമുണ്ട് ഇനി അതൊന്നും ഇല്ലാതെ ജീവിക്കണം പലപ്പോഴും. പക്ഷെ പല പ്രലോഭനം വരുന്നു, കൂട്ടുകാരെ വിളിച്ചോണ്ട് പോകുന്നു, അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് അതിനോട് നോ പറഞ്ഞു പോകാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് പ്രലോഭനം അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ള കാരണം. യേശുവേ, ഞങ്ങൾക്കുണ്ടാകുന്ന പ്രലോഭനങ്ങൾ അകപ്പെടാതെ എന്നും അങ്ങേക്ക് വേണ്ടി നന്മ ചെയ്ത് ജീവിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നല്ല ഒരു ചങ്കൂറ്റം നമുക്കുണ്ട്, ഒരു ധൈര്യം നമുക്കുണ്ടാകണം. എത്ര വലിയ പ്രലോഭനങ്ങൾ വന്നാലും, എത്ര വലിയ പരീക്ഷണം വന്നാലും എനിക്ക് എന്റേതായ പ്രിൻസിപ്പിൾസ്, വാല്യൂസും എനിക്ക് എന്റേതായ തത്വങ്ങളും എന്റെ ജീവിത മൂല്യങ്ങളും ഉറച്ചു നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നന്മയോട് യെസ് പറയാനും തിന്മയോട് നോ പറയാനുള്ള ഒരു ചങ്കൂറ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഒരു കൺട്രോൾ, നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടാവണം. നമ്മുടെ ഇമോഷൻസോ നമ്മുടെ ആഗ്രഹങ്ങളല്ല നമ്മൾ കൺട്രോൾ. ഞാനാണ് എന്റെ ആഗ്രഹങ്ങളെ കൺട്രോൾ. ഞാൻ എന്ത് കുടിക്കണം, എന്ത് കഴിക്കണം, എന്ത് കാണണം, എന്ത് കാണണ്ട എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അതല്ലാതെ എന്റെ ഇമോഷൻസോ എന്റെ വികാരങ്ങളല്ല. അപ്പൊ അത് രണ്ടാമതായി നമുക്ക് വേണ്ടത് ഇതിനോടുള്ള നോ പറയാനുള്ള ഒരു ചങ്കൂറ്റും ഒരു ധൈര്യമാണ്, ഒരു ഗട്ട്സ് ആണ് ശരിക്കും വേണ്ടത്. മൂന്നാമതായിട്ട് പ്രിയപ്പെട്ടത്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രലോഭനങ്ങൾ നൽകുന്ന സാഹചര്യങ്ങളിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മദ്യപാനിയായിട്ടുള്ള ഒരാള് ബാറിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ മദ്യപാനത്തിലേക്ക് വീണ് പോകും. അല്ലെങ്കിൽ ഈ മദ്യപാനികൾ എന്ത് ചെയ്യേണ്ടത്, അവരുടെ കൂട്ടുകെട്ടുകൾ അങ്ങനെയുള്ള കാര്യം ഒഴിവാക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ നമ്മുടെ പ്രലോഭനങ്ങൾ ഒരു സിറ്റുവേഷനിൽ, ഒരു സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പാപം ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യം ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ച് പ്രലോഭനങ്ങളെല്ലാം അതിജീവിച്ച് നല്ല നന്മയുള്ള, വിശുദ്ധിയുള്ള നല്ല മക്കളായിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.